കൊണ്ട് നമ്മൾ ഷിബിയും കൂടെ പിക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ ആ ഷഹാന്റെ വീട് വരെ ഒന്ന് പോവാണ് കേട്ടോ. ഷഹാന്റെ വീട് വരെ ഒന്ന് പോവാണ്. മറ്റേ ഹോണ്ട സിറ്റി ഇല്ലേ അവന്റെ വീട്ടിലോട്ടൊന്ന് പോവാണ്. അവന്റെ സ്റ്റാർട്ടറിന്റെ മോട്ടറിന്റെ നമ്മുടെ ഫ്യൂൽ പമ്പിന്റെ റിലേ എന്തോ ഇഷ്യൂ ഉണ്ട്. റിലേ എവിടെയാണെന്നുള്ളതൊന്ന് തപ്പി പിടിച്ചെടുക്കണം. വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല, ഫ്യൂൽ പമ്പ് ഓൺ ആവുന്നില്ല. അപ്പോൾ അതൊന്ന് തപ്പി പിടിച്ചെടുത്ത് ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോക്കാൻ വേണ്ടി പോവാണ് ഞാൻ. ജസീമും ഷിബിനെ ഒപ്പം നമ്മൾ പഴവട്ടി നിന്ന് പിക്ക് ചെയ്യും. എന്നിട്ട് നേരെ ഷഹാന്റെ അങ്ങോട്ട് പോവാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാന്. ഫ്ലോപ്പ് ആവോ എന്താവോന്ന് അവിടെ ചെല്ലുമ്പോ അറിയാം. എന്താണ് കറക്റ്റ് കംപ്ലൈന്റ് എന്ന് അറിയില്ല. ഒരു പണിയില്ലാതെ നടക്കുകയാണ്. ഒരു പണി പോലെ ഷിബി വന്നു കേട്ടോ. ആകെ ഇവിടെ വണ്ടി ഇങ്ങോട്ട് ഇട്ടോ. കണ്ടല്ലോ ഷിബി വന്നു. ഞാനും ഷിബിയും ജസീമും കൂടെ അപ്പം ഷാന്റെ അങ്ങോട്ട് പോകാൻ. ഷിബൈ സേ ഹായ്. നല്ല ചൂട് ഷാ കൊണ്ടാവാൻ പറഞ്ഞു. അവനൊന്ന് വിളിച്ചു നോക്കാം. ഹരിത്ത് വീട്ടിൽ ഉണ്ടെന്ന് തോന്നുന്നു. ശരി, ആ മറന്നുപോയി. എവിടെ ഉണ്ട നീ? വീട്ടിൽ ഉണ്ടാ? നമ്മൾ പുത്തമ്പാലം എത്തി. കേട്ടില്ല. ആ യൂട്യൂബിനൊരു ഹായ് പറ. ഓ വീഡിയോ എടുത്തോണ്ടിരിക്കണ്ട, ഹായ് പറടാ. നേരെ പോയത് ഹായ് ഗായ്സ് പറ. താ പറഞ്ഞു നമ്മള് പുത്തമ്പാലം കഴിഞ്ഞു ആഴ്ചയിരുത്തി. ഓക്കെ. ബ്ലോഗർ ലൈഫാ. ഇപ്പൊ ക്യാമറ ഓണാക്കി ഇങ്ങനെ കയ്യിൽ വെച്ച് ഞാനേ എന്റെ ഫോൺ 7+ ആയതുകൊണ്ട് വീഡിയോ ക്വാളിറ്റി ഇല്ലാതെ ജസീമിന്റെ ഫോണിലാണ് വീഡിയോ എടുക്കണം. ഞാൻ എപ്പോഴും ക്യാമറ ഓണാക്കി വെച്ചിരിക്കും. അപ്പൊ അതിലോ പള്ളു വിളിക്കുന്നുണ്ട്. അപ്പൊ അതിനെ ചാർജ് ചെയ്യും. എപ്പോഴും ക്യാമറ ഓണാക്കി വെക്കല്ലത്. എടക്ക് എപ്പോഴും ആവശ്യം വ്ളോഗർ ലൈഫാണ് കളിയാ. എപ്പോഴാണോ ആക്ഷൻ പറയുന്നത് അപ്പോഴെടുക്കണം. എന്ത് സംഭവിക്കും? കാറിലാണ് പോണത്. എന്ത് സംഭവിക്കും? ഒരു കാളെ കുറിച്ച് പെട്ടെന്ന് വിറ്റ് കമ്മീഷൻ കിട്ടിയാലോ? അത് തന്നെ. ചേട്ടാ വണ്ടി ഓടിക്കണം. അതിങ്ങനെ നമ്മൾ ആനാടെത്തി ഗായ്സ്. ലുക്ക് അറ്റ് ദാറ്റ് വ്യൂ ഗായ്സ്. ആനാട് സ്കൂൾ. ഇവിടെ ഒരുപാട് കഥകളുണ്ട്. ആലിനെ മറച്ചിട്ടുണ്ട്. ബൈക്കിൽ ഒരു സമയം സ്കൂൾ വിടുമ്പോ പിന്നെ ഉറപ്പായിട്ട് നല്ല രസമുണ്ടല്ലേ ക്യാമറ കാണാൻ കൊള്ളാല്ലേ. അതെ 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 ബ്ലോഗർ ലൈഫ് ഡാ. പൊളിയില്ല. നീ നേരത്തെ പറഞ്ഞ 60 മുകളിൽ 160 മുകളിൽ കയറലെന്നാണ് പറഞ്ഞത്. മറ്റേ 160 പേരുണ്ട്. 60ലാണ് 160 മുകളിൽ കയറലെന്നാണ് ഞാൻ പറഞ്ഞത്. സക്കീർ ബോയ് ഞാൻ സീപ്പറ്റിട്ട് നീ ഇട്ടാ. ഹാപ്പി ക്രിസ്മസ് ഗായ്സ്. ക്രിസ്മസ് കഴിഞ്ഞു, എന്നാലും ഹാപ്പി ക്രിസ്മസ്. അടുത്ത ന്യൂ ഇയർ ക്രിസ്മസ് ഏതോ ഒരു ദിവസം ഒന്നുമില്ലങ്ങ് വന്നിട്ട് പോയി. ഇനി ഇവൻ കുറച്ച് വൈൻ കൊണ്ടുവന്നത് കുടിച്ചപ്പോഴാണ് കുറച്ച് ക്രിസ്മസ് ആണെന്നുള്ള മനസ്സിലായത്. ഒരു സുഖമില്ലാതെ എപ്പ തൊട്ടറിയും നമ്മളെ പഠിച്ചോടുന്ന സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും വായിച്ചവരോടെ പോകും. ക്രിസ്മസിനൊക്കെ ഇറങ്ങും രാവിലെ. ആഘോഷം മൈൻഡ് മാത്രമായിരുന്നു. കേക്ക് മുറിക്കാൻ കയ്യിൽ നിന്ന് ഫണ്ട് ഇറക്കും എന്നുള്ള സമയമായതിനു ശേഷമാണ് ക്രിസ്മസ് ഓണമൊക്കെ വലിയ രസമില്ലാതായതല്ല. അല്ല ക്രിസ്മസ് നമ്മൾ ആഘോഷം ഇത്ര വീട്ടില് എല്ലാവർക്കും ബാധ്യതകളും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ. പിന്നെ ന്യൂ ഇയറിന് എല്ലാണോ മിക്കവാറും ഒരുമിച്ച് കൂടും. ന്യൂ ഇയറിനാണ് എല്ലാവരും മിക്കവാറും ഒരുമിച്ച് കൂടുന്നത്. അതെ അതെ. കൊച്ചോട്ടിക്കുന്ന വണ്ടി എന്താണ്
കൊച്ചട്ടിലെ ജംഗ്ഷൻ. ഇത് ചുള്ളിമാർ ജംഗ്ഷൻ ഗായ്സ്. വളവാത്തി ഒരു സ്വിഫ്റ്റ് പോണണ്ട, അതിന്റെ പിറകെ ഉണ്ട്. ജെസിബിന് വണ്ടിയില്ലടാ. തൂക്കണം ഹെൽമെറ്റ് വെച്ച് തെണ്ടി. ഓക്കെടാ, നീങ്ങണ തെണ്ടി. ജംഗ്ഷൻ വണ്ടി താഴെ ഇറങ്ങിയ കയറ്റാൻ പറ്റൂ? എവിടെ അതിനകത്ത് ഇറങ്ങൂടാ താഴെ? നിന്റെ വണ്ടി ഇറങ്ങുമല്ലോ. അവിടത്തെ മെല്ലറിയാമോ? ഏത് മെല്ല്? നീ ഫ്രണ്ടേ പോ, പറയാ ഫ്രണ്ടേ പോ. അതെന്നാ ബാക്കി നടക്കാം, നോ പ്രോബ്ലം. പോ ഫ്രണ്ടേ പോ. ഇല്ല, ഞാനല്ലേ പറയണ, നീ പോളിയാ. എന്നെ നിനക്ക് വിശ്വാസം ഇല്ലേ? എടാ പോടാ, കല്ല് പോലെ പോ. കണ്ട, അതിനുള്ള ഉള്ളൂ. നീ ധൈര്യമായിട്ട് പോ. കണ്ട, കുഴിയൊക്കെ ഇട്ടില്ലേ, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നടന്നു പോളിയാ. ഇപ്പൊ നടുക്ക് ഞാൻ ലോക്കായിരുന്നു. അതിനുള്ള ഇറക്കം ഇല്ലടിയാ. നീ എന്തളിയാ ഇങ്ങനെ? ഞാൻ പറഞ്ഞപ്പോ തിരിച്ചു കയറിയാ ഞാൻ യൂട്യൂബിലായി പോയി. അല്ലെങ്കിൽ നോക്കിക്കോ, ഇനി തിരിച്ചു കയറിയാ അത് തിരിച്ചു കയറും. പിന്നെ ഇവിടെ ഇട്ടിട്ട് പോവാ. പിന്നെ ഇത് കല്ലുപോലെ പോയി. അപ്പൊ ഇരിക്കണോ ഇടിച്ചിരിക്കണത്? ഏറെ ചെയ്താലും വേണ്ടി നമ്മളെക്കാളും നീളം കൂടുതലല്ലേ? ഏറെ ചെയ്ത വണ്ടി മൊത്തം വലിച്ചു വാരി ഇട്ടിരിക്കണം. നാറി അങ്ങോട്ട് ഇട്ടോടാ, അവിടെ ഇടുക. അത് വണ്ടി തന്നെ ബൈക്കാരൻ പോട്ട്. ഇവൻ പണക്കാരനാണ് ഗൈസ്, പണച്ചാക്കാണ്. വേദനിക്കുന്ന കോടീശ്വരൻ. ഗൈസ് ഇവൻ കോടീശ്വരനാണ് ഗൈസ്. താങ്ക് യു ഗൈസ്. അല്ല ഷിബി അല്ലേ ജസീമ, പയ്യ പോമോ. വേദനിക്കുന്ന കോടീശ്വരനാണ്. കണ്ട, സിറ്റി, ബലേനോ, ഇന്നോവ. കോടീശ്വര. അപ്പൊ ഞങ്ങള് അതാണ് സിറ്റി ഇവിടെ പോണേ കേട്ടാനെ. ഇതിവിടെ വണ്ടി കയറ്റാൻ വേണ്ടി ചെയ്തത്. ഇവിടെ വണ്ടി കയറാത്തോണ്ട് 2 ടയർ കയറാൻ വേണ്ടി കോൺക്രീറ്റ് ഇട്ട് വെച്ചിരിക്കും. മനപ്പൂർവ്വം ഏറ് വെച്ചു വണ്ടിയില്. എന്തിനാ വണ്ടി ഫണ്ട് മൊത്തം വലിച്ചിളക്കിയിട്ടിരിക്കും. ഷെയ്ത്തായി ബമ്പർ ഇളക്കി മൊത്തം. ഹെഡ്ലൈറ്റ് മൊത്തം ഇളക്കി കേട്ടോ. എന്താ പ്ലാൻ? എന്താ? ഫുൾ വർക്ക് സ്വയം സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നു. എടുത്തത് പൈപ്പ് ബെൻഡ് പൈപ്പ് എടുത്തേട്ടാ. ഇവന്റെ ബെൻഡ് പൈപ്പ് അന്ന് പോയിരുന്ന ആ വീട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. എടാ ഞാൻ നോക്കി ഇവൻ കളിയാ ബൈക്കിൽ വെച്ച് കെട്ടിക്കൊണ്ടുവന്നു. ബാക്ക് ബ്രേക്ക് ചവിട്ടാതെ ബൈക്കിൽ വെച്ച് കെട്ടിക്കൊണ്ടുവന്നു. അപ്പൊ ഈ കുറച്ച് രണ്ടൊരു വെളി സൈഡിൽ കൈ വെളിയിടുക, ബാക്ക് ബ്രേക്ക് പിടിക്കുക. അപ്പൊ നമുക്ക് വണ്ടി സ്റ്റാർട്ടാണല്ലോ, അതാണ് പ്രശ്നം. ആ 10ന്റെ സ്പാനർ കേട്. എടാ എന്റെ റീൽ എവിടെയാണെന്നുള്ളത് നോക്കണം. വണ്ടി മൊത്തം താത്തിട്ട് തറയിലാണ് തീരണം ഇപ്പൊ. അയ്യോ അതിന്റെ കേസൊന്നും പറയല്ലേ. വിളിച്ചാ ഫോണെടുത്തെങ്കിൽ വേണ്ടൂലായിരുന്നു അല്ലയാ. ഇതിന്റെ സൊനാപ്പിലൊടെ അതവിടെ ഉണ്ട്. സൈഡിൽ നിന്ന് വലിച്ചു പൊളിച്ച ജസീം വലിച്ചു പൊട്ടിച്ചറേ വൈ. അങ്ങനെ സെന്റ് എനിക്ക് സ്വന്തമായിരിക്കും. ഒരു സെന്റ് കിട്ടി. ഞാൻ വിളിച്ചോളാം, ഞാൻ ഗെയിമിലായിപ്പോ. ഇല്ലെന്നെങ്കിൽ യൂട്യൂബർ ഗെയിമറും കൂടെയാണ് കേട്ടോ. ഒന്നും നടക്കില്ല, എല്ലാം അടിച്ചുപോയി. ഒരു ദിവസം ലൈവ് ഇട്ടുള്ളൂ, ഇനിമേ എല്ലാം കത്തിപ്പോയി.
അത്രയും പറയാൻ വന്നു. അതിന് നീ പറയാൻ വന്ന പറ. സോറി, ഞാൻ പറയാൻ വന്നത് ഇതാണ് കടവ്. ആഷിക്. I am the YouTuber. യൂട്യൂബർ ആഷിക്. ചുമ്മാ നമ്മൾ ഇവനെ കടുവെന്ന് വിളിക്കും. ചാനലില് നമ്മളാണ് വീഡിയോ എടുക്കുന്നത്, എല്ലാം ചെയ്യണത് എല്ലാം നമ്മള് ക്രെഡിറ്റ് ആവണം. Poster ഞാൻ ഇവന്മാരെ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിരുന്നത് എന്റെ പരിപാടി. സ്നേഹമുള്ള കടുവെന്ന് വിളിക്കും. ഖജു എന്ന് വിളിക്കും. ഖജു. ഗായ്സ്, വണ്ടി പൊക്കാൻ പോവുകയാണ് ഗായ്സ്. അയ്യോ, വണ്ടി പൊങ്ങണില്ലേ ഗായ്സ്, വണ്ടി പൊങ്ങണില്ല. നീ കള്ളൈ. അപ്പൊ ആക്ച്വലി ഇവന്റെ വണ്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ വണ്ടിയുടെ ഫ്യൂൽ പമ്പ് ഓണാവത്തില്ല, വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. പിന്നെ ബാക്കി എന്താണെന്നുള്ളത് ഇനി നോക്കണം. ഫ്യൂൽ പമ്പിന്റെ റിലേ ആണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യണം. റിലേ ഇവിടെ ആണെന്ന് തോന്നുന്നു, അറിയില്ല. കറക്റ്റ് നോക്കണം, നോക്കിയതിന് ശേഷം ചെയ്യാന്നുള്ള പ്ലാനിൽ നിൽക്കുകയാണ്. നോക്കാം. അപ്പൊ ഇതിന് റിലേ ഞങ്ങൾ കണ്ടുപിടിച്ച് കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. ഇവിടെയാണ്, ഇവിടെ ഇതിനകത്തായ ആ എഡ്ജിലാണ്. ഞാൻ നോക്കിയാലോ, ഓക്കെ, ഇങ്ങനെ നോക്കിയാലോ. മിസ്ത് ബൂന്നാ, മിസ്ത് എന്തിന് മിസ്ത് അവിടെ അവിടെ ഒരു മിസ്ത് ബുഷി എന്ന് പറഞ്ഞു, മിസ്ത് ബൂവാ. അതാ വെയിറ്റ്, ഞാൻ നോക്കട്ടെ ഒരു മിനിറ്റ്. അതിന്റെ ലോക്ക് ഇളക്കാനുള്ള പരിപാടി ഉണ്ടാവും. മറ്റേ യൂട്യൂബിന്റെ മറവിൽ കഴപ്പ് തരം. ഗായ്സ് റിലേ പോയി ഗായ്സ്. ഷോക്കായിട്ട് ഇവിടെ എടുത്തിടിച്ചിരിക്കണേ. കേരള പോവാ. ഞാൻ സൈഡ് പിടിച്ചാൽ മതിയാ. அப்படி தூங்கி டேய் எடு 10 ஸ்பேனர்டா டேய் 19 17 വണ്ടി പൊളിക്കാനുള്ളതാ തൽക്കാലം. കേൻകെ തൽക്കാലം ബാക്കി പറയാം. ടോർച്ച് ടോർച്ചിന്റെ മുകളിലിരിക്കാൻ ഇങ്ങോട്ട് ടൈറ്റ് ആളിയാ, എന്നിട്ട് ലോക്ക് ആയിക്കില്ല ഇപ്പം. ഇങ്ങോട്ട് നിന്റെ ദിശയിലോട്ട് ആക്കിയപ്പോഴേ എന്റെ തൊട ഞമ്മള് കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. നീ ഇങ്ങോട്ടൊന്നും ആക്കിയ നിന്റെ തൊട എന്റെ നട്ട അയച്ചോണ്ടിരുന്നപ്പോ എന്റെ തൊട ഞമ്മള് കണ്ട്. എന്റെ തൊട ഞമ്മള് കണ്ടിനി. ഇവിടെ കൈ നീ അങ്ങോട്ടാക്കണം. അങ്ങനെ ആഷിക്ക് വിരലിട്ടിട്ട് ശരിയാവാത്ത ജെസ്സിയും വിരലിടുന്നു. ജെസ്സിയും ശരിയാണെങ്കിൽ അടുത്ത് ഞാൻ ഇങ്ങനെ അവസാനം നിനക്ക് താഴോട്ട് പോണം, ഇവിടെ മേലോട്ട് പോകണം. അത് എങ്ങനെ ഇങ്ങനെ വെക്കില്ല, വിരലിന്റെ മേലെ വെക്കണമെന്നാണ് മറ്റേ ചേച്ചി പറഞ്ഞത്. തൊട മാറ്റി തരാം, നമ്മളെന്റെ തൊട മാറ്റി തരാം. വലിച്ച് പൊളിച്ച് ചുമ്മാ ഇരുന്ന് വിരലുകൾ കൊണ്ട് മായാജാലം തീർക്കുകയാണ്. സൈന്യത്തിലുള്ള വെള്ളം പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വെളിയെടുക്കാനുള്ള പരിപാടിയാണ്. വിദഗ്ധ അഭിപ്രായം. 12 വോൾട്ട് കിടക്കില്ലടാ ഇത്. എവിടെയെങ്കിലും കാണിച്ചാണ്. ഇതാണ് സാമാനം, ഇത് ഊരാനാണ്. ഈ പരാക്രമവും ഭണ്ഡാരം മൊത്തം കാണിച്ചത് ഇത് ഊരാനാണ്. കൊണ്ട് വെച്ചിരുന്ന എവിടെയാ? അത് യൂട്യൂബറാണ്. കുടിക്കാൻ പറ്റിയ അവസ്ഥയല്ല പറയും. അല്ല യൂട്യൂബർ. എടാ 12 വോൾട്ടിന്റെ അല്ലേ ഇടാറില്ലേ? ഒരു വലിയ സാധനമല്ലേ, ഒരു വലിയ പെരിസ്, ഒരു വലിയ കപ്പിളറിൽ പറഞ്ഞ എന്താ സാധനം, എന്താ സാധനം ഊരി ഞാൻ കൈ അതിൻ്റെ ഇടയിലൊക്കെ എങ്ങനെയൊക്കെ കയറ്റി ഊരി ഞാൻ മെയിൻ. കത്തിപ്പോയാൽ ചോദിച്ചാൽ കത്തിപ്പോയപ്പോൾ കാണുന്നതും കാണില്ല, പക്ഷെ റിലേയിൽ ടിക് ടിക് ഒന്നും അടിയൊന്നുമില്ല. റിലേ പോകാനാണ് ചാൻസ്.
പമ്പ് എന്ന് ഒരെണ്ണക്കൂല ഒരെണ്ണക്കം നെഹി ഇത് നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോടാ ക്രോസ് ചെയ്ത് വയ്ക്കാൻ പറ്റുമോ ഷോർട്ടാവോ 4 അല്ല 1 3 4 5 6 7 പിന്നെ 7 പിന്നാണിത് തിരിച്ച് നമ്മളത് ഡബിൾ എടുക്കില്ലല്ലോ നമ്മൾ കസ്റ്റം വർക്ക് നമ്മൾ മെക്കാനിക്കിന്റെ പരിപാടി. അപ്പൊ ഗായ്സ് ഇതാണ് ഇതിന്റെ റിലേ കേട്ടോ. ഇതാണ് റിലേ. ഇത്രയും പേരിസ് റിലേ ആണ് ഈ വണ്ടിക്ക് വരുന്നത്. ഇത് ഊരാൻ പറ്റ പാട് നല്ല പാട്. ഇത് സംഭവം ഇത് ഹോണ്ട സിറ്റി ടൈപ്പ് 2 ഉള്ളവർക്കുള്ള ഒരു ഇതാണ് കേട്ടോ. ഫ്യൂൽ പമ്പ് ഇൻ കേസ് ഓൺ ആയില്ല അല്ലെങ്കിൽ ഫ്യൂൽ പമ്പ് റിലേ പോയി കഴിഞ്ഞാൽ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു കപ്ലർ വരും. ഈ സൈഡിലായിട്ടായിട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഈ ഒരു ഡാഷ് ഇളക്കുക, ഈ സ്റ്റിയറിംഗ് ഒന്ന് തിരിച്ച് താക്കുക, എന്നിട്ട് ഈ സൈഡിൽ കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ റിലേ കാണാം. അതാ ഈ 12 വോൾട്ട് എന്തൊരു മിത്സുബ MITSUBA മിത്സുബ അത് തന്നെ മിത്സുബ റിലേ ആസി. ഇതാണ് 12 വോൾട്ടിൻ്റെ 088 0088 എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്. ജപ്പാൻ മെയ്ഡാണ് കേട്ടോ. ജപ്പാനാണ്. നമ്മൾ പഠിച്ചു പോയതാണ്. ജപ്പാൻ മെയ്ഡാണ് ഈ സാധനം. ഇവിടെ ഈ സൈഡിലാണ് വരുന്നത് കേട്ടോ. അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ ഈ സൈഡിൽ ഒരു 10ൻ്റെ ബോൾട്ടിൽ ഇവിടെ ഈ 10ൻ്റെ ബോൾട്ട് താഴെ ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് ആണ്. ബോൾട്ട് ഊരിയ സാധനം നമുക്ക് ഇതിൻ്റെ ഇടയിൽ കൂടെ ഊരിയെടുക്കാൻ പറ്റും. ഇതെന്താണെന്നുള്ളത് റിലേ നമുക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ റിലേ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് പോയി ഇതല്ല എന്നുണ്ടെങ്കിൽ ആ റിലേ ഒന്ന് എടുത്ത് വെച്ച് ഫണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആവുകയാണെങ്കിൽ പരിപാടി ഓണാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ പരിപാടി വീണ്ടും ഡൗൺ ആണ്. അങ്ങനെ റിലേ പൊളിക്കാനുള്ള ഇതിലാണ്. ഒന്നെങ്കിൽ റിലേ പൊളിയില്ലെങ്കിൽ ശിവനെന്റെ മണ്ട പൊളക്കൊന്ന്. പ്ലെയർ ഉണ്ട്. എന്താണ് വേണ്ടത്? അങ്ങനെ തറയിലിട്ട് ഷോട്ട് ഉണ്ടോ? ഇനി ഇത് ഊരാൻ പറ്റും. ഇല്ല, ബാക്കിൽ തന്നെ ബാക്ക്. അങ്ങനെ കംപ്ലൈന്റ് ഒക്കെ ആശിക്കണ്ണ എന്താ വലിച്ചൂരി പൊളിച്ച് എല്ലാം നോക്കുന്നുണ്ട്. ജസീമണ്ണ എന്താ മണം പിടിച്ചു നോക്കി, മണപ്പിച്ച് കണ്ടുപിടിക്കുന്ന ആളാണ് ജസീം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യേണ്ടതാണ്. മണപ്പിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ റിലേ ഇളക്കി കേട്ടോ. ഇതായിരുന്നു റിലേക്ക് പറഞ്ഞ പോലെ. ഇത് ഇളക്കി നോക്കി നിങ്ങൾ കണ്ടുവേണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയ കരിഞ്ഞായിട്ടൊരു ഫീലുണ്ട്. പിന്നെ റിലേ ഇത് എവിടെന്നെങ്കിലും ഒപ്പിച്ച് കൊണ്ടുവന്ന് മാറി നോക്കണം. അപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ സ്പെയർ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എടുത്ത് നോക്കാം. അപ്പോൾ ബാക്കി ഇനി ഉള്ളത് എന്താണെന്നുള്ളത് നെടുമങ്ങാട്ട് പോയിട്ട് ഇത് അല്ലാതെ ഷോപ്പിൽ കിട്ടുമെന്ന് കൂടെ നോക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ പോകണ്ട, അതും കൂടെ എടുക്കാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ ഞങ്ങൾ പോവാണ്. ഞങ്ങൾക്ക് വേറൊരു ആവശ്യങ്ങളുണ്ട്. ഞാനും ഷിപ്പിയും ജെസ്സിയും കൂടെ ഒന്ന് പോകാനുള്ള പ്ലാനാണ്. നോക്കിയോ അവിടെ ഇല്ല, കേരളയിലില്ല കേട്ടോ ഫീൽ പമ്പ്. കാലുറ അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. ടാറ്റ ഷഹാൻ. വണ്ടി പൊളിക്കണം. ഷവായി ഓർഡർ ചെയ്തിട്ട് ഷഹാന്റെ പൈസക്ക് നമുക്ക് ഇവിടെ നിന്ന് ഷവായി ഷവർമ്മ. ഓക്കെ, കട്ട് ചെയ്യൂല. നീ പോണവരെ വീഡിയോ എടുക്കുക. ഈ RC ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടണം. അപ്പോൾ നമ്മൾ പോയിട്ട് തിരിച്ച് തരാം. എസിൻ്റെ വേണ്ടി വന്നു. പഴയ റേഡിയേറ്റർ ഫാനാണ് കേട്ടോ ഈ വണ്ടിയുടെ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ കിൽ സ്വിച്ച് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് നോക്കട്ടെ. ചാവി കൊട്ടിട്ടോ. ജസീമിന് വണ്ടി ഹാൻഡ് ബ്രേക്ക് ഇട്ട് കറക്കാൻ അറിയില്ല. ഞാൻ അവിടെ ആ വെള്ളയിട്ട് കറക്കാൻ പറഞ്ഞിട്ട് കറക്കി.
ഞങ്ങള് അപ്പോൾ അത് നോക്കിയിട്ട് വന്ന് ജെസ്സിൻ്റെ വീഡിയോ ഒന്ന് RC ഒന്ന് എടുത്ത് ഓടിച്ച്, എൻ്റെ ബാറ്ററി ഡൗൺ ആയിരുന്നു, തള്ളി എടുത്ത് ഓടിച്ചു. അതൊക്കെ എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അത് ഓടിച്ച് നോക്കിയിട്ട് തിരിച്ച് നമ്മളൊരു ഫ്രണ്ടിനെ പിക്ക് ചെയ്തൊന്ന് പോത്തങ്ങോട്ട് ഒരാക്കണം. ഫ്രണ്ടും പുള്ളിക്കാരൻ്റെ വൈഫുണ്ട്. അപ്പോൾ വൈഫുണ്ട്, ചേച്ചി താത്തയുണ്ട്. അപ്പോൾ നമ്മൾ ചെറിയ വണ്ടിയാണല്ലോ. അപ്പോൾ ഞങ്ങള് അവർ തൂക്കണം, കൊച്ചിനെ തൂക്കിക്കൊണ്ടോ നിൽക്കിയത്. അരെ ഉമേഷ് അണ്ണാ, സേ ഹായ് ടു മൈ യൂട്യൂബേഴ്സ്, മൈ സബ്സ്ക്രൈബേഴ്സ്. ഇപ്പൊ നമ്മള് ഈ മനുഷ്യനെ കൊണ്ട് ഒരിടം വരെ പോയിട്ട് വരണം. ഞാൻ യൂട്യൂബർ അല്ലേ, അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കാണും. ഹായ് ഹായ്. ഇത് ഒരു യൂട്യൂബറാണ് ഇരിക്കുന്നത്. ഇത് യൂട്യൂബറാണ് കേട്ടോ. ഇത് അയ്യോ കണ്ടാ കൊച്ചിനെ വെച്ചോണ്ടിരിക്കണ. ഒരു സമയത്ത് നെടുവങ്ങാട് മറിച്ചോണ്ടിരുന്ന മനുഷ്യനാണ്. പെണ്ണും കെട്ടി. ഞങ്ങള് അവരെ കൊണ്ട് അവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇതാണ് ഉബേസന്റെ വണ്ടി, വെൻഡോയാണ്, പെട്രോളാണ് കേട്ടോ. അത് 1.6 ആണ് പോണത്. അപ്പോൾ ഒരുപാട് 5 മാസമായിട്ട് നിർത്തിയിട്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ കുവൈറ്റിലാണ്, മാരീഡൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് കുവൈറ്റിലാണ്. അപ്പം 420 ഉണ്ട്. ആശാൻ നമ്മൾ 420 എന്നാണ് വിളിക്കുന്നത് കേട്ടോ. 420 കല്യാണം കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ മാറും. ജെസിബ നീ ഇങ്ങനെ മാറുമല്ലേ? ഒരു കൊച്ചൊക്കെ ആവോ ജെസിബ കൊച്ചിനൊക്കെ വെച്ചോണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ ഉബേസന്റെ വണ്ടി. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, സ്റ്റാർട്ട് ആവില്ല നോക്കാം. വണ്ടി കൊടുക്കണോ? എത്രയാണത് കൊടുക്കാൻ റെഡി? എത്ര രൂപ കൊടുക്കും? 7 ലക്ഷം രൂപ. എന്താണ് സ്വർണ്ണത്തിൽ പോയി വണ്ടിയാ? അവൻ കാര്യമില്ല, അവൻ വരും. ജെസിമിന് കൊച്ചങ്ങ വണ്ടി. അപ്പോൾ ഈ വണ്ടി ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അത് നോക്കിയിട്ട് ബാക്കിയാണ്. ചാവി കിട്ടി. എന്നൊക്കെ ആവില്ല. സ്മെല്ലുണ്ട് കേട്ടോ, ഒന്ന് വാഷ് ചെയ്തോണ്ട എണ്ണ. ഇത് ചെറിയൊരു സ്മെല്ലോടെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ലൈറ്റ് ഇട്ടേ 1.6 ആണല്ലേ അത്? ഫോർ സെയിൽ. എത്ര രൂപ കൊടുക്കുന്നു? ഹായ്, പുതിയ ബാറ്ററി അല്ലേ? എങ്ങനെ നടന്ന മനുഷ്യനാണ് നോക്കിയാണ്. എന്റെ വാപ്പാനെ പറ്റി നിനക്ക് വല്ല അറിയാമോ? ഞങ്ങള് അവരെ കൊണ്ടാക്കി ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ചൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഏകദേശം നല്ല സമയം, നല്ല ഇരട്ടി കേട്ടോ. സമയം എത്ര ആയപ്പം? 6:15. അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ചിലപ്പോൾ ആ ഒരു വെൻഡോ സെയിലിന് വരും. അത് അതിൻ്റെ ഡീറ്റെയിൽസ് അവർ പോണതിന് മുന്നേ എനിക്ക് ഇട്ടിരുന്നെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്തിരിക്കാം. അതിന് പറ്റുമെങ്കിൽ എൻ്റെ ഒരു റീസൺ. 41,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഒരു വണ്ടി നീറ്റ് വണ്ടിയാണ്. പുള്ളിക്കാരൻ നല്ല സൂക്ഷിച്ചിരുന്ന വണ്ടിയാണ് കേട്ടോ അത്. പിന്നെ ഇപ്പോൾ യൂസ് ഇല്ലാതെ കൊടുക്കണം, അല്ലെങ്കിൽ പുള്ളിക്കാരൻ യൂസ് ചെയ്യുന്ന അങ്ങനെയാണ്. 23,000 കിലോമീറ്ററിലെന്തോ എടുത്ത വണ്ടിയാണത്. ഓടി അത്യാവശ്യം പുള്ളിക്കാരൻ, പക്ഷെ നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ് കേട്ടോ. അത് ചിലപ്പോൾ സെയിലിന് വരും. സെയിൽ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ ഇടാം. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. ഇതൊക്കെ എവിടെ പോകണേ? ഇത് ഒന്നും ബ്രേക്ക് ഔട്ടാണല്ലോ. ഇതുപോലും സാമാന്യ മര്യാദ എടുത്ത് വണ്ടി ഇപ്പോൾ റോഡിൻ്റെ പകുതി ഇരിക്കണമെങ്കിലും ബ്രേക്ക് ഔട്ടുണ്ട്. ഇത് അടുത്ത് അതിൻ്റെ ഇടയിൽ കൂടെ പോകണം. അപ്പോൾ കാശ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ഇനി ബാക്കി ഈ പറഞ്ഞ വീഡിയോ ഇടാൻ കുറച്ച് ലാഗാണ് ഇപ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓരോ സൈഡിൽ തിരക്കാണ്. ഓ യെസ്. അപ്പോൾ വീഡിയോ ഇടാൻ ഇപ്പോൾ 2 ദിവസമായിട്ട്, സാറിന് 2 ദിവസം ഒരിക്കലും വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ 3 ദിവസം 4 ദിവസത്തിന് ഇടയ്ക്കാണ് ഇടാൻ പറ്റുന്നത്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, എല്ലാവരും തിരക്കിലാണ്. ക്രിസ്മസും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി ഉടനെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വീഡിയോ കണ്ടിന്യൂസ് ഉണ്ടാവും. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബാക്കി ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ബൈ.